അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് പൊതുവെ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എസ്പെഷ്യലി ബിഗിനേഴ്സിനുള്ള ഒരു ഡൗട്ടാണ്. എന്ത് നല്ല മേക്കപ്പ് ബോക്സ് അത് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക, അതിനെങ്ങനെയാണ് റേറ്റ് വരുന്നത്, എന്തെല്ലാമായിരിക്കും അതിൻ്റെ ഫീച്ചേഴ്സ്, എത്രത്തോളം കോസ്മെറ്റിക് പ്രൊഡക്ട്സ് അതിൽ ഇൻവോൾവ് ആക്കാം. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മാക്കിൻ്റെ മേക്കോവേഴ്സ് എന്ന ബ്രാൻഡ് നെയിമുള്ള ഒരു മേക്കപ്പ് ബോക്സിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ മേക്കപ്പ് ബോക്സ് 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മേൽഭാഗം നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗം, അതായത് ബേസ്മെൻറ്റ് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ 4 വീൽസ് ഉണ്ട് ഈ ബോക്സിന്. അതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോഴിക്കോടുള്ള മിഡാസിൽ നിന്നാണ് ഞാൻ ഈ ബോക്സ് വാങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 വർഷം മുന്നേ ആണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അന്ന് ഇതിന് ഏകദേശം ഒരു 8500 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു. മിഡാസ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളെ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും അറിയാവുന്ന ഒരു കോസ്മെറ്റിക് ഷോപ്പ് തന്നെയാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഈ ബോക്സിനെ പറ്റി എൻ്റെ പേഴ്സണൽ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഫൗണ്ടേഷൻ, കൺസീലർ, ബ്രഷസ്, പാലറ്റ്സ്, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹെയർ സ്പ്രേ, ക്രിമ്പിങ് മെഷീൻ, സ്ട്രൈറ്റനിങ് മെഷീൻ, കേളർ, ഇതെല്ലാം നമുക്കൊരു ബോക്സിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് കൊണ്ടുപോകാം. അതെല്ലാം ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയ ഒരു ബോക്സാണ് ഈ വാനിറ്റി ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് നല്ലൊരു വാനിറ്റി ബോക്സ് അന്വേഷിക്കുന്നവരുണ്ടാവും, അവർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലെയുള്ള കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അതിനനുസരിച്ചുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.